പ്രിയമുള്ളവർ, ഇന്നത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരിനടുത്തുള്ള സർവോദയപുരം. അവിടുത്തെ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പ്രവാസിയുടെ വീടാണ്. ഇത് പക്ക വില്ലേജാണ്, ഒരു നാട്ടിൻപുറമാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഈ ഗ്രാമപ്രദേശങ്ങളിൽ വീട് വെക്കുന്ന സമയത്ത് ഏറ്റവും വലിയ തൊന്തരവെന്ന് പറയുന്നത് ഇതുപോലെ റോഡ് ഇല്ലാത്ത സൈറ്റാണ്. ഇവിടെ തീരെ ഒരുപാട് ദൂരെയാണ് വീടിനുള്ള സൈറ്റ് ഉള്ളത്. പക്ഷേ എന്നാലും നല്ല ഗംഭീരമായിട്ട് നല്ല രസമുള്ളൊരു വീട് ഇവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ആൾ കുറേ നാളായിട്ട് ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ് ഇവിടെ ഉള്ളത്. തൊട്ടടുത്ത് കാണുന്നത് അവരുടെ കുടുംബ വീടാണ്. ഈ പെങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ വീടിൻ്റെ സർവ്വ പണികളും ചെയ്യിച്ച് ഈ വീട് ഇത്ര രസകരമാക്കി. ഏകദേശം ഒരു 95% പണിയെല്ലാം തീർന്നിട്ടുണ്ട്. വളരെ കുറച്ച് ജോലികൾ മാത്രമാണ് ഇനി തീരാനുള്ളത്. വളരെ ഹൃദ്യമായിട്ട് 2 തട്ടുകളോടുകൂടിയാണ് ഇതിൻ്റെ റൂഫിങ് ചെയ്തിരിക്കുന്നത്. ട്രസ് ചെയ്തിരിക്കുകയാണ്. പഴയ ഓട് വാങ്ങിയിട്ട് അതിന് പെയിൻ്റ് അടിച്ചിട്ടാണ് മുകളിലിട്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി വീടാണ്. പുതിയ വീട്ടിൽ നിന്ന് പഴയ വീട്ടിലേക്ക് നടന്നു പോകാൻ വേണ്ടി ഒരു വഴിയും ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു തൊടിയിൽ കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടുള്ളത്. ഇത് പൂർണ്ണമായിട്ടും വാസ്തു അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിർമ്മിച്ച വീടാണ്. ഈ പറമ്പ് മുഴുവൻ ചൊരിമണലായതുകൊണ്ട് ഫ്രണ്ട് സൈഡ് മാത്രം കുറച്ച് ഇൻ്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. വളരെ വിശാലമായൊരു സിറ്റിംഗ് ആണ് വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇവിടെ ഒരു ചെറിയ വരാന്ത, ഒരു സുമാർ 90 സെൻറ്റിമീറ്റർക്ക് വീതി ഉണ്ടാവുള്ളൂ. നീളത്തിലൊരു വരാന്ത കൊടുത്തിട്ടുണ്ട്. ഈ വരാന്തയുടെ വടക്കേ അറ്റത്ത് ആ മൂലയിൽ എൽ ഷേപ്പിൽ ഇങ്ങനെ അരപ്ലേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. ബ്രൗൺ തീമാണ് ഇവിടുത്തെ ജനലും വാതിലിനും ഒക്കെ. ഇവിടെ വരാന്തയുടെ സീലിംഗ് ഇതുപോലെ വി ബോർഡ് കൊണ്ട് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവരിതിന് പെയിൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു ഡാർക്ക് പെയിൻ്റൊക്കെ ഒരു മച്ചിൻ്റെ ലുക്കിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫീൽ ഉണ്ടാവും ഈ ഭാഗത്ത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ വർക്കുകളെല്ലാം പൂർത്തിയാകാനുണ്ട്. ശരിക്കും പെയിൻറ്റിംഗ് എല്ലാം കഴിയുമ്പോൾ ഇതിൻ്റെ ഈ മച്ചിൻ്റെയൊക്കെ ഒരു ലുക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാം. മാഞ്ചിയം എന്ന് പറഞ്ഞ തടിയിലാണ് ഫുള്ള് ഇവിടുത്തെ ജനലും വാതിലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മെയിൻ ഡോറ് കടന്നിട്ട് അകത്ത് കയറി നോക്കാം. ഈ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ആളാണ് ജയേന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ പെങ്ങൾ. ഇവരാണ് ഈ വീടിൻ്റെ പണിയെല്ലാം ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിച്ചത്. ഈ ബജറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അകത്തും പുറത്തുമെല്ലാം സാധാരണ നോർമൽ വെട്രിഫൈഡ് ടൈലുകളാണ്, ഒരേ തരത്തിലുള്ള ടൈലുകളാണ് പാകിയിരിക്കുന്നത്. ഇത് 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും 2 ബെഡ്റൂമേ ഉള്ളൂ. ഇതിനകത്തൊരു 3 ബെഡ്റൂം വരെ ആക്കാം. പക്ഷേ നിങ്ങൾക്ക് കണ്ടാലറിയാം അതിവിശാലമാണ്. സെഡ് എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് ഇവിടുത്തെ ഹാള് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2-3 ഭാഗങ്ങളായിട്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഈ സ്വീകരണ മുറിയുടെ ഏതെങ്കിലും ഒരു വശത്തിന് വേണമെങ്കിൽ ഭാവിയിൽ ഒരു ബെഡ്റൂമാക്കി മാറ്റാനുള്ള സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പെങ്ങളോട് ജയേന്ദ്രൻ ഗൾഫിലിരുന്ന് പറഞ്ഞത് 15 ലക്ഷം രൂപയാണ് ആകെയുള്ളത്. അതിൽ നല്ലൊരു വീടുണ്ടാക്കണം, ഒരു കേരളീയ ശൈലിയിലുള്ള എലിവേഷൻ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു പ്രധാനപ്പെട്ട ഡിമാൻഡ്. 2 ബെഡ്റൂമുകളുണ്ട്, അതിൽ ഒന്നിലേക്ക് കയറാം. ഇതിൻ്റെ കയറിക്കൂടൽ കഴിയാത്തത് കൊണ്ട് വളരെ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. ശരിക്കും ഫർണിച്ചറുകളൊന്നും ഇല്ലാതെയാണ് ഈ വീടിൻ്റെ ഈ വിശാലത നമുക്ക് മനസ്സിലാകുന്നത്. ചുവരുകളും തറയും അതുപോലെ സീലിങ്ങും എല്ലാം വൈറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ നിർമ്മാണ ചിലവെന്ന് പറയുന്നത് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷത്തിനുള്ളിൽ തന്നെ നിൽക്കും എന്ന് തന്നെയാണ്. ഇനി ഒരു അല്പം പണി കൂടിയുണ്ട്. അങ്ങനെ കുറഞ്ഞ ബജറ്റിൽ ചെയ്യാൻ ഇതിൻ്റെ വിസ്തൃതി അനുസരിച്ച് നോക്കുമ്പോൾ അത് ഒരു കുറവ് തന്നെയാണ്. അങ്ങനെ നിൽക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് നൽകാതെ നാട്ടിൻപുറത്തെ പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. പലരും വീട് വെച്ചതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം നമ്മൾ തന്നെ പണിക്കാരെ കണ്ടെത്തി തച്ചിന് ചെയ്യിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ലേബർ കോൺട്രാക്റ്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. മെറ്റീരിയൽസ് പണിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടുകാർ തന്നെ എടുത്തു കൊടുക്കുക. കോൺട്രാക്റ്റ് കൊടുക്കുമ്പോഴെന്ന് പറയുന്നത് കോൺട്രാക്ടേഴ്സിനെ കുറ്റം പറയുന്നതല്ല, അവർക്ക് അവരുടേതായ ഒരു ലാഭം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ഒരു ബിസിനസ്സാണല്ലോ. അപ്പോൾ ആ ഒരു ലാഭം നമുക്ക് നമ്മളുടെ കയ്യിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ അത്രയും റിസ്ക് എടുക്കാനും സമയം ചിലവഴിക്കാനും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് തയ്യാറാവണം. അപ്പോഴാണ് നമുക്ക് കുറഞ്ഞ ചിലവിൽ വീടുണ്ടാക്കാൻ പറ്റുക. അടുക്കള വളരെ പ്ലെയിനാണ്. കുറച്ച് വർക്കുകളും കൂടി ഉണ്ട്. കുറച്ച് കബോർഡ് വർക്കെല്ലാം ഇവിടെ ചെയ്യാനുണ്ട്. ഇവിടെ ഈ സൈഡിലായിട്ടൊരു വർക്കിംഗ് കിച്ചണും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പ്രധാന വർക്കുകൾ എന്ന് പറയുന്നത് കോമ്പൗണ്ട് വാൾ, അതുപോലെ തന്നെ ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടറുണ്ട് ഈ റൈറ്റ് സൈഡിൽ. അവിടെ ഒരു മിറർ അറ്റാച്ച് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഹാളിൻ്റെ ഇങ്ങേ അറ്റത്തായിട്ടൊരു ചെറിയ കൗണ്ടറും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കോമൺ ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വീടിൻ്റെ വർക്കുകളെല്ലാം ഏകദേശം കഴിഞ്ഞ് കയറിക്കൂടാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫർണിച്ചറുകൾ കൂടിയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അടിപൊളിയാവും ഈ സ്പേസ് എല്ലാം. ഈ വീട് കണ്ടപ്പോൾ സജഷനായിട്ട് പറയാനുള്ളത് ഒരു ബെഡ്റൂം കൂടി ആകാമായിരുന്നു ഇത്രയും വിസ്തൃതിയുള്ള വീടിന്. അതുപോലെ തന്നെ സീലിങ്ങിന് ഒരു ഡാർക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു വിൻറ്റേജ് ലുക്ക് ലഭിക്കും. അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.